നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതൊരു ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണെന്നുള്ള സംശയം പല കോണുകളിൽ നിന്നും ഉയരുകയാണ്. ഇപ്പോഴും അത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് മഞ്ജുഷ കോടതിയെ അറിയിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതായത് നവീൻ ബാബുവിനെ കൊന്നതല്ല, നവീൻ ബാബുവിനെ ആത്മഹത്യയല്ല, പകരം അദ്ദേഹത്തെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് ഈ മഞ്ജുഷ ഇപ്പം കോടതിയെ തന്നെ അറിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരുപാട് തരത്തിലുള്ള ദുരൂഹതകളുണ്ട്. ഇതിലെല്ലാം കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടില്ല. അതും കൂടി കോടതി പരിഗണിക്കണമെന്നും മഞ്ജുഷ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതേ കാര്യം ഏതാനും 2 ദിവസങ്ങൾക്ക് മുമ്പ് PV അൻവർ അടക്കം വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അതേ കാര്യം തന്നെയാണ് ഇപ്പം മഞ്ജുഷയും കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു 0.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു കയർ ഉപയോഗിച്ചാണ് നവീൻ ബാബു മരണപ്പെട്ടിരുന്നത്. അദ്ദേഹം തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച കയർ അതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ തൂക്കം 55 കിലോ ആണ്. അങ്ങനെ 55 കിലോയുള്ള നവീൻ ബാബു എങ്ങനെയാണ് ഈ കയർ ഉപയോഗിച്ചിട്ട് മരണപ്പെടുക, അദ്ദേഹം എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും ഇപ്പം കോടതിയെ മഞ്ജുഷ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കൂടുതൽ കാര്യങ്ങൾ? അതായത് നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞത് CBI അന്വേഷണം വേണമെങ്കിൽ കൃത്യമായ രീതിയിൽ എന്തുകൊണ്ടാണ് CBI വരേണ്ടത് എന്ന് പ്രതിഭാഗം കൃത്യമായി കോടതിയെ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയാണ് പുതിയ ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ കുടുംബം കൃത്യമായി ചില ഗൂഢാലോചനകൾ ആരോപിക്കുന്നുണ്ട്. അതായത് ശരിയായ രീതിയിലല്ല പോസ്റ്റ്മോർട്ടം നടന്നത് എന്നാണ് ഒന്നാമത്തെ കാര്യമായിട്ട്. ഓൾറെഡി നമുക്കറിയാലോ, ഇൻക്വസ്റ്റ് നടപടികൾ ഈ കുടുംബവും അതുപോലെ തന്നെ ഈ ഭാര്യയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത്. മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവർക്ക് താല്പര്യം നടത്തുവാൻ വേണ്ടിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. പക്ഷേ അത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് നടത്തിയത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ദുരൂഹതകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അവിടെ മാത്രമല്ല, തുടക്കം തൊട്ട് പിന്നീട് ഇങ്ങോട്ടുള്ള പല കാര്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, അതായത് ഇൻക്വസ്റ്റ് നടപടികളിൽ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ട്, എന്നാൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. ഇതെങ്ങനെയാണ്? അതായത് മൊത്തത്തിൽ എല്ലാ തരത്തിലും വൈരുദ്ധ്യമാണ്. പല തരം തെളിവുകളും ഒന്നിലൊരു കൃത്യമായ തെളിവുണ്ടെങ്കിൽ മറ്റൊന്നിൽ തെളിവില്ല. ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നത്. അല്ല, അതാണല്ലോ ഈ പറഞ്ഞ മഞ്ജുഷ ഹൈക്കോടതിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അതായത് ഈ പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയത് മുതൽ ഇതിൽ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇതിൽ ആളുകൾ നീങ്ങുന്നത് എന്ന് തന്നെയാണ് മഞ്ജുഷ പറയുന്നത്. അവരുടെ താല്പര്യമില്ലാതെ എന്തുകൊണ്ട് ഈ നവീൻ ബാബുവിൻ്റെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഈ പറയുന്ന CPMൻ്റെ ഒരു ഉടമസ്ഥതയിൽ എന്ന പോലെ പ്രവർത്തിക്കുന്ന, സർക്കാരിൻ്റെതാണെങ്കിലും ഉടമസ്ഥതയിൽ എന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു കോളേജിലേക്ക് കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അത് കുടുംബം ഇന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. അവിടെ കണ്ണൂരടുത്ത് ജില്ലാ ആശുപത്രി ഉണ്ടായിരുന്നു, അവിടേക്ക് കൊണ്ടുപോകാതെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ എന്തിനു കൊണ്ടുപോയി, ദൂരെ കൂടുതലുള്ള പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എന്തിനു കൊണ്ടുപോയി എന്നതായിരുന്നു ചോദ്യം. അതും ഹൈക്കോടതിയിൽ നിന്ന് അവർ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, ഈ വിവരാവകാശ നിയമപ്രകാരം സർക്കാർ ഏജൻസികൾക്ക് മുന്നിൽ കൈനീട്ടി നിന്നിട്ട് പോലും ഇവർക്ക് വിവരാവകാശ നിയമപ്രകാരമുള്ള കൃത്യമായ വിവരങ്ങൾ കൊടുക്കുന്നില്ല. പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും സമീപിച്ചു. അതായത് ഈ പ്രശാന്തൻ ഇദ്ദേഹം കൈക്കൂലി വാങ്ങി എന്നുള്ള പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ വിവരാവകാശവുമായിട്ട് മുസ്ലിം ലീഗിന്റെ ഏതൊരു നേതാവ് പോയപ്പം കൈമലർത്തുകയായിരുന്നു. യാതൊരു തരത്തിലുള്ള മറുപടിയും നൽകിയില്ല. അല്ല, യഥാർത്ഥത്തിൽ ഇതിൽ ഈ പറയുന്ന പരാതി കൊടുത്തു എന്ന് അവർ തന്നെയാണ് കോടതിയിൽ പറഞ്ഞത്. ഈ പറയുന്ന പ്രതിഭാഗമാണ് PP ദിവ്യയുടെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പറഞ്ഞത്. അത് പക്ഷേ അവർക്ക് തന്നെ വിനയായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കണം. കാരണം അതിലെ ഒപ്പ് വ്യത്യസ്തമാണെന്ന് മനസ്സിലായി. എനിക്ക് ഇരട്ട ഒപ്പുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ CMO ഓഫീസിൽ അന്വേഷിക്കുമ്പോൾ അവിടെ നിന്നും ഇവർക്ക് കിട്ടുന്നില്ല. വിവരാവകാശ നിയമപ്രകാരം, അതായത് ആലോചിക്കണം, ഒരു തഹസിൽദാരാണ് ഈ പറയുന്ന മഞ്ജുഷ എന്ന് പറയുന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യ. ഒരു ഉദ്യോഗസ്ഥയ്ക്ക് വളരെ കൃത്യമായി അറിയാം ഏതൊക്കെ തരത്തിൽ പോയാൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഈ വിവരാവകാശ നിയമപ്രകാരമുള്ള രേഖകൾ കിട്ടുക എന്നുള്ളത്. വിവരാവകാശ നിയമത്തെ പോലും അട്ടിമറിക്കുന്ന രീതിയിലേക്ക് ഇവിടെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നുവെന്ന് കുടുംബം കൃത്യമായി ഹൈക്കോടതിയിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് CBI അന്വേഷണത്തിന് വിടണം എന്ന ഒരു വാദമാണ് ഇവർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. ഇത് മാത്രമല്ല ഇവരുടെ വാദങ്ങൾ. അതായത് ഈ പറയുന്ന നവീൻ ബാബു
മരണപ്പെട്ടു എന്ന് പറയുന്ന നേരത്തെ നവീൻ ഗൗതം പറഞ്ഞൊരു വിഷയമുണ്ട്. അതായത് ഈ പറയുന്ന ഒരു അയ കെട്ടുന്ന കയറിനകത്ത് എങ്ങനെയാണ് 55 കിലോ ഭാരമുള്ള ആൾ തൂങ്ങി മരിക്കുക എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തത് ഈ പറയുന്ന കക്കൂസിലാണ്, അത് അവിടുത്തെ കക്കൂസിലാണ് ഈ ഇദ്ദേഹം ഇതിന്റെ ബോഡി കണ്ടെത്തിയതെന്ന് പറയുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ്, എങ്ങനെയായിരുന്നു ബോഡി കണ്ടെത്തിയത്? മാത്രമല്ല ഈ പറയുന്ന ഡ്രൈവർ, അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആയിരുന്ന ഈ ശംസുദ്ദീൻ, അദ്ദേഹം ഈ രാവിലെ വന്നിട്ട് ഈ കതക് തുറക്കാതെ കാത്തുനിന്നു. അതായത് കതവ് തുറന്നു കിടക്കുകയായിരുന്നു, ഉള്ളിൽ കയറാൻ ഭയപ്പെട്ടുകൊണ്ട് കാത്തുനിന്നു എന്നാണ് പറയുന്നത്. എന്തിനാണ് കാത്തുനിന്നത്, എന്തിനാണ് ഭയപ്പെട്ടത്? എല്ലാ ദിവസവും വരുന്ന ഒരാൾ ഇങ്ങനെ വീട്ടിനുള്ളിലേക്ക് കയറാൻ വേണ്ടി ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല ഈ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു ആത്മഹത്യ തന്നെയാണ്. ശരീരത്തിൽ മറ്റ് മുറിവുകളോ ചതവുകളോ യാതൊന്നും തരത്തിലില്ല. പക്ഷേ ഇൻക്വസ്റ്റ് നടപടിയിൽ കണ്ടിരുന്ന, ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ടായിരുന്ന അടിവസ്ത്രത്തിലെ രക്തക്കറ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുമ്പം ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? അല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ ഇൻക്വസ്റ്റിലെ രക്തക്കറ കൃത്യമായി വരേണ്ടതില്ല അല്ലെങ്കിൽ വന്നുകൊള്ളണമെന്നില്ല എന്നൊക്കെ ന്യായങ്ങളാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇത്തരം ഒരു പ്രമാദമായ കേസാകുമ്പോൾ ഈ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കൃത്യമായി ഇവരോട് ചോദിച്ചിരുന്നു, എന്താണ് ഇത്തരത്തിൽ രക്തക്കറ എന്തെങ്കിലും കണ്ടെത്തിയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പ്രോസിക്യൂഷൻ അതിൽ മൗനം പാലിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അത് കൃത്യമായി കോടതിയെ ബോധിപ്പിച്ചു എന്നുമാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ആരെ രക്ഷിക്കാനാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തത്? മുനീശ്വരൻ കോവിലിന്റെ മുമ്പിൽ വന്നിറങ്ങിയ നവീൻ ബാബുവിന് പിന്നീട് എന്താണ് സംഭവിച്ചത്? വീട്ടിലേക്ക് നാളെ വരും, നാളെ വീട്ടിൽ കാണാമെന്ന് പറഞ്ഞു പോയ ഒരു വ്യക്തി മുനീശ്വരൻ കോവിലിന്റെ മുമ്പിൽ പോയി ഇറങ്ങുന്നു. അവിടെ നിന്ന് അദ്ദേഹം ആരെയാണ് കണ്ടത്? എന്തിനാണ് തിരിച്ചു പോയത്? തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏത് വാഹനത്തിലാണ്? ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ഈ 1 മണിക്കൂർ നേരം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. മുനീശ്വരൻ കോവിലിന്റെ പരിസരത്ത് 1 മണിക്കൂർ നേരം നവീൻ ബാബു ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ കണ്ടു എന്ന് പറയുന്നത്. അല്ല, റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു എന്നുള്ളത് വ്യാജമാണെന്ന് പിന്നീട് പുറത്തു വന്നു. ആ മാതൃഭൂമി കൊടുത്തൊരു വാർത്തയായിരുന്നു അത് പിന്നീട് വ്യാജമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് കട്ട് ചെയ്യണേ. ഓക്കെ, തുറന്നു. മറ്റേ ഇത് വ്യാജമാണ് എന്നുള്ളത്, റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു എന്നുള്ളത്. ഓക്കെ കണ്ടിന്യൂ ചെയ്തോ. പറയട്ടെ, തുടങ്ങി, നീ പറഞ്ഞു. അത് പറഞ്ഞു. അത് റെയിൽവേ സ്റ്റേഷന്റെ മാത്രം കട്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഈ മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ 1 മണിക്കൂർ നേരം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ആ സമയത്ത് അദ്ദേഹം ആരെ വിളിച്ചു, ആരെയാണ് കണ്ടത്, അവിടെയുള്ള കൃത്യമായിട്ടുള്ള CCTV ദൃശ്യങ്ങളില്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച, അല്ലെങ്കിൽ ബോധപൂർവമായിട്ടുള്ളൊരു വീഴ്ച ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയിലെ മറ്റു വലിയ ഉന്നതരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഈ ദുരൂഹതകളിലൂടെയൊക്കെ പൊതുസമൂഹം മനസ്സിലാക്കുന്നത്. അവരങ്ങനെയാണ് കരുതുന്നത്. അതിൽ വേറൊരു പ്രശ്നമുണ്ടല്ലോ. അതായത് ഈ പറയുന്ന മുനീശ്വരൻ കോവിലിന്റെ മുമ്പിൽ അദ്ദേഹം നിൽക്കുന്നത് വരെയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ടുള്ള CCTV ദൃശ്യങ്ങൾ എവിടെ? അതെന്തേ മാഞ്ഞു പോയോ? അത് പോലീസിന് കണ്ടെത്താനാവുന്നില്ലേ? ഈ അദ്ദേഹം അവിടെ നിന്ന് ഏതെങ്കിലും ഒരു വാഹനത്തിലായിരിക്കുമല്ലോ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുക. അവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ആ കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ ഇവർ ഓട്ടോറിക്ഷ, അതായത് 3 വണ്ടികളിൽ ഇദ്ദേഹം സഞ്ചരിച്ചു എന്നുള്ള അഭ്യൂഹം പരക്കുന്നുണ്ട്. ഏതാണ് ആ 3 വണ്ടി? ഇതെന്തുകൊണ്ട് പബ്ലിക് ഡൊമൈനിലേക്ക് ഇവർ വിടുന്നില്ല എന്നത് ഏറ്റവും വലിയ ചോദ്യമല്ലേ? രണ്ടാമത്തത്, ഒരു കേസുമായി ബന്ധപ്പെട്ട് ആ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരാൾ മരണപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ തൂങ്ങി നിൽക്കുകയാണെങ്കിൽ അതിന്റെ കൃത്യമായ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കണം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അത് കൃത്യമായി കോടതിയാണ് ചോദിക്കേണ്ടത്. അങ്ങനെ പാലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർക്കൊന്നും തന്നെ അത്തരത്തിലൊരു ഫോട്ടോയോ തെളിവോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാണിച്ചു കൊടുത്തിട്ടില്ല. കുടുംബം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ കോടതിയിൽ നിന്ന് വാങ്ങിക്കോളൂ എന്നുള്ള മറുപടിയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. സാധാരണഗതിക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പോലീസിന്റെ കയ്യിലുണ്ടെങ്കിൽ കോപ്പി കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് മാത്രമേ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുകയുള്ളൂ, അല്ലാതെ കാര്യത്തിലൊന്നും നടപടിക്രമമില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ഇവിടുത്തെ പോലീസ് മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പോലീസിന് കൃത്യമായി പോലീസിന്റെ പേരിൽ അവരുടെ ഈ കണ്ണും കൈയും എല്ലാം കെട്ടിയിട്ടുണ്ട്. ഈ ആഭ്യന്തര വകുപ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ആഭ്യന്തരത്തെ ഭരിക്കുന്ന ഒരു സൂപ്പർ മുഖ്യമന്ത്രിയുടെ ശിഷ്യയായിട്ടുള്ള ഒരാൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസിനകത്ത് പോലീസിന് സത്യസന്ധമായി നിർഭയമായി അന്വേഷിക്കാൻ കഴിയുമെന്ന് ഒരു കാരണവശാലും നമുക്ക് അതങ്ങനെ ചിന്തിക്കാൻ പോലും സാമാന്യ യുക്തിയുള്ള ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. രണ്ടാമത്തത്,
ഒരു മാധ്യമ പ്രവർത്തകനെതിരെ ഇവർ വലിയ കേസെടുത്തു ഈ വിഷയത്തിൽ. പിന്നെ പറയുന്ന ആഭ്യന്തര വകുപ്പിലെ ചില ഉന്നതമായിട്ടുള്ള ബന്ധങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ കേസെടുക്കുകയുണ്ടായി. ആ കേസ് കോടതി തള്ളിക്കളഞ്ഞു. ഈ തരത്തിൽ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെത് ഒരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പാർട്ടി പച്ചയ്ക്ക് ഈ ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ CBI അന്വേഷണം വേണ്ട, പോലീസ് കൃത്യമായിട്ട് അന്വേഷണം നടത്തുന്നതാണ് ഗോവിന്ദ മാസ്റ്റർ അടക്കം പാർട്ടി അടക്കം കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്, സർക്കാർ കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു നിലപാടെടുക്കായിരുന്നു. അതായത് പോലീസ് കോടതി പരിശോധനയിൽ ഏതെങ്കിലും രീതിയിൽ വീഴ്ചയുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ CBIയിലേക്ക് വിട്ടോളൂ, അതിൽ നമ്മൾക്ക് എതിർപ്പില്ല എന്ന് പറയുകയായിരുന്നെങ്കിൽ അതൊരു നല്ല നിലപാടാണ്. പക്ഷെ അങ്ങനെ പോലും അല്ല പറഞ്ഞത്. ബ്ലൈൻഡായിട്ട് CBIക്ക് പോകണ്ട, അങ്ങ് ഉറപ്പിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് ഉറപ്പിക്കുന്നത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ എന്തൊക്കെയോ വലിയ രീതിയിലുള്ള ദുരൂഹതകൾ ഉണ്ടായിട്ടുണ്ട്. CBI വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പല പ്രധാനപ്പെട്ട നേതാക്കളും കുടുങ്ങും തുടങ്ങിയ വിവരങ്ങളും തുടങ്ങിയ മനസ്സിലാക്കലുകളൊക്കെ ഉണ്ടായതിൻ്റെ പുറത്താണ് സർക്കാർ CBIയിലേക്ക് പോകണ്ട എന്ന് കൃത്യമായിട്ട് പറയുന്നത് എന്ന് തന്നെയാണ് പൊതുസമൂഹം ഇപ്പോൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കാരണം അൻവർ അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പി ശശി വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നവീൻ ബാബുവിനെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിയമം വിട്ടുകൊണ്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തെ വലിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിനെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അൻവറിൻ്റെ ഭാഗത്തു നിന്നുള്ള ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബു കണ്ണൂർ വിട്ട് പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയത്. അദ്ദേഹത്തിന് മനസ്സാലുള്ള ഒരു താല്പര്യപ്രകാരമല്ല, ഇത്തരം നിയമത്തിന് വിരുദ്ധമായിട്ട് നിരവധി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് തന്നെ കൊണ്ട് പല നേതാക്കന്മാരും, അധികാരത്തിലിരിക്കുന്ന പല നേതാക്കന്മാരും. അതിൻ്റെ പുറത്താണ് അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് പോയത്. അപ്പം എന്തായാലും CBI തന്നെയാണ് ഇതിൽ വരേണ്ടത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. CBI വരണം. ഇതിലെല്ലാ ഗൂഢാലോചനയും തുടക്കം മുതൽ ഇൻക്വസ്റ്റ് നടപടികൾ എങ്ങനെ നടത്തി തുടങ്ങിയത് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ദുരൂഹതകളും മറനീക്കി പുറത്തു വരണം. ആരാണ് യഥാർത്ഥത്തിൽ ഇതിലെ കുറ്റവാളി എന്ന് CBI വരണം, കണ്ടെത്തണം തന്നെയാണ് നമുക്ക് നവീൻ ബാബുവിനെ കുടുംബത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയാൻ വേണ്ടി സാധിക്കും. എന്തായാലും കോടതി നല്ല തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം.